നമുക്ക് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂട്ടി വായിച്ചിട്ടാണ് പലരും ഈ ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ടെന്ന് ശരിക്കും യഥാർത്ഥം എന്താണെന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ ഡിപ്പെൻഡന്റ് വിസയെ കുറിച്ച് കേട്ട് വരുന്നുണ്ട്. അപ്പം ഡിപ്പെൻഡന്റ് വിസന്റെ സത്യാവസ്ഥ എന്താ? ഇപ്പോഴും ഡിപ്പെൻഡന്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഈ യു കെയിലെ ഡിപ്പെൻഡൻറ്റ് വിസ 2024 ജനുവരിയോട് കൂടിയിട്ട് യു കെ ഗവൺമെൻറ് നിർത്തലാക്കിയതാണ്. ഈ മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടും പി ജി കഴിഞ്ഞിട്ടും ഇവിടുന്ന് നാട്ടിൽ നിന്ന് പി ജി കഴിഞ്ഞിട്ടും സ്റ്റുഡൻസിന് റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യു കെയിൽ പോകാൻ പറ്റും. അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ റിസർച്ച് പ്രോഗ്രാമിന് നമുക്ക് എന്തുണ്ട്, ഡിപ്പെൻഡൻറ്റിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലസ്റ്റർഷെയർ, പിന്നെ നമുക്ക് യൂക്ലാൻ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത്, അങ്ങനത്തെ പല യൂണിവേഴ്സിറ്റികളിലും എനിക്ക് തോന്നുന്നു ഇത്തരം പ്രോഗ്രാംസ് ഉണ്ട്. 2 വർഷത്തെ പ്രോഗ്രാമാണ്. ഒരു 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് അത് കഴിഞ്ഞാൽ കിട്ടും. ഒരു ഹസ്ബൻഡും വൈഫിനും ഇപ്പം നല്ല അക്കാദമിക്കലി എക്സലൻ്റ് ആയ 2 പേരാണ്. ആ 2 പേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് യു കെയിൽ പോകണം, ഫ്യൂച്ചറിൽ യു കെയിൽ സെറ്റിൽ ആണെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അക്കാദമിക്കലി നല്ല സൗണ്ട് ആണെങ്കിൽ അവർക്ക് ഈ റിസർച്ച് പ്രോഗ്രാം ചൂസ് ചെയ്യാം. കാരണം ആ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്ത് ആ റിസർച്ച് പ്രോഗ്രാം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ചാൻസസും കാര്യങ്ങളും ഉണ്ടാവും. കൂടെ പോകുന്ന ആൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അവർ നല്ല അക്കാദമിക്കലി സൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാവും.